തിന്മ നിറഞ്ഞ ഒരാളാണെങ്കിൽ ആൾക്ക് അന്നേരം തന്നെ തൊടുമ്പം എനിക്കറിയാറായി. ഈ ആളുടെ തലയിൽ നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുംസാരിച്ചിട്ട് എത്ര നാളായി എന്ന് ചോദിക്കും. സമാധാനം ആണ് എന്ന് പറഞ്ഞാൽ ഈശോ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയും. സമാധാനം അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയും നിൻ്റെ പിറകിൽ ഈശോ നിൽക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ഫോർഗീവ്. ഈശോയുടെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെൻ്റ്, അത് ഒരു നിലപാടാണ്. തിന്മയുടെ മേഖലയുമായി ചിന്തിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സമീപനങ്ങളുണ്ട്. ഒന്ന് ഡെലിവറൻസ് എന്ന് പറയും, രണ്ടാമത് എക്സോർസിസം എന്ന് പറയും. ഡെലിവറൻസ് എന്ന് പറയുന്നത് അത് വിശ്വാസമുള്ള ആർക്കും ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ചെടി നമ്മുടെ മുറ്റത്ത് വളർന്നു വരികയാണ്. ആ വളർന്നു വരുന്ന ചെടിയെ ഇല്ലാതാക്കാൻ 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, അതിൻ്റെ കൂമ്പ് നുള്ളിക്കളയാം, ഒരു 6 മാസത്തേക്കുള്ള വളർച്ച നിൽക്കും. രണ്ടാമത്തത് അത് വെട്ടിക്കളയാം, വേര് സജീവമാണെങ്കിൽ അത് മുളച്ചു പോകുന്നു. എന്നാൽ അപ്പാടെ പിഴുത് കളഞ്ഞാൽ അത് പരിപൂർണമായിട്ട് പോകും. അൽമായരെന്ന നിലയിൽ നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് അത് നിർവഹിക്കുകയാണെങ്കിൽ ഈ കൂമ്പ് നുള്ളിക്കളയുന്നത് പോലെ ആണ് സംഭവിക്കുന്നത്. താൽക്കാലികമായി നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മുടെ ജീവിത വിശുദ്ധി എല്ലാം കൂടി നമുക്ക് വേണമെങ്കിൽ അത് കൂമ്പ് നുള്ളിക്കളഞ്ഞാൽ അതിൻ്റെ വളർച്ച കുറയ്ക്കാം. എന്നാൽ രണ്ടാമത്തത് ഇത് വെട്ടിക്കളഞ്ഞാൽ മിക്കവാറും അത് കരിഞ്ഞു പോകും. വൈദികരെന്ന നിലയിൽ അവരുടെ കിട്ടിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്ത് അത് വെട്ടിക്കളയാം. എന്നാൽ ഇത് സമഗ്രമായി പിഴുത് കളയാൻ അഭിവന്യ മെത്രാന്മാർക്ക് മാത്രമാണ് പറ്റുന്നത്. പൗരോഹിത്യത്തിലൂടെ അത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് രൂപതയിൽ 1, 2, 3 വൈദികർക്ക് അത് പ്രത്യേകം മിനിസ്ട്രിയായി പിതാവ് കൊടുക്കുകയാണ്. അതാണ് എക്സോർസിസം എന്ന് പറയും. തിന്മ നിറഞ്ഞ ഒരാളാണെങ്കിൽ ആൾക്ക് അന്നേരം തന്നെ തൊടുമ്പം എനിക്കറിയാറായി. ഈ ആളുടെ തലയിൽ നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുംസാരിച്ചിട്ട് എത്ര നാളായി? അത് ചോദിക്കാൻ കാര്യം കൃപ ഒഴുകിയല്ല. ഒരു നല്ല ശതമാനവും കുംസാരിച്ചിട്ട് ഒത്തിരി നാളായ കൊല്ലങ്ങളായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയും. നിങ്ങൾക്ക് സമാധാനമാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒന്നിലേ അവർ പറയും സമാധാനമാണ്, അല്ലെങ്കിൽ സമാധാനം അല്ല. സമാധാനം ആണ് എന്ന് പറഞ്ഞാൽ ഈശോ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയും. സമാധാനം അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയും നിൻ്റെ പിറകിൽ ഈശോ നിൽക്കുന്നു. സമാധാനമല്ല എന്ന് പറഞ്ഞാൽ ഇവൻ കുംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അനുദപിച്ചിട്ടോ വിശുദ്ധിയുടെ വഴിയിൽ വന്നിട്ട് ഒത്തിരി കാലമായി ലോകത്തിൻ്റെ ഐശ്വര്യത്തിലേക്ക് അവൻ തിരിഞ്ഞു നിൽക്കുന്നു, തമ്പുരാനോട് പുറം തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ പുറകിൽ നിൽക്കുന്ന ഈശോയെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നീ പുറകോട്ട് തിരിയണം, ഈശോയുടെ നേരെ തിരിയണം. തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ബലിയുടെ ജീവിതം നയിക്കണം, വിശുദ്ധ കുർബാനയിലേക്ക് വരണം എന്ന് പറയും. പിന്നെ ഉടനെ ചോദിക്കും, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ആരോടും ക്ഷമിക്കാനില്ല, എല്ലാവരോടും ക്ഷമിച്ചു. അപ്പോൾ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ ഒരു 10,000 പേരോട് അവർ ക്ഷമിക്കാൻ കാണും. അവരെ തള്ളിപ്പറഞ്ഞവർ, ഒഴിവാക്കിയവർ, കളിയാക്കിയവർ, മുറിവേൽപ്പിച്ചവർ തുടങ്ങിയവരെയെല്ലാം അവരെല്ലാം ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയാണ്. ക്ഷമിക്കാൻ പറയും, ഈശോയുടെ നാമത്തിൽ ക്ഷമിക്കണം. മക്കളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പം എനിക്ക് ഉള്ളിൽ പറയാറിന് തരുന്നതനുസരിച്ച് ഞാൻ ചോദിക്കും, നിങ്ങൾ തമ്മിൽ സ്നേഹമാണോ? അപ്പനും അമ്മയും സ്നേഹമാണോ എന്ന് ചോദിക്കും. അവരെന്നാലും സ്നേഹമാണെന്നൊക്കെ പറഞ്ഞാലും പിന്നെ അത് പറയും കുറച്ച് പ്രശ്നമുണ്ട് അച്ഛാ. മുഴുവൻ പ്രശ്നമാണ് പറഞ്ഞു വരുമ്പം അപ്പനും അമ്മയും. ആ പിള്ളേരെന്ന് പറയുന്നത് ഐസ്ബർഗ് മാത്രമാണ്, ഉപരിതലത്തിൽ കാണാവുന്ന കാഴ്ചയാണ് ഈ പിള്ളേർ. പിള്ളേർക്ക് എന്തെങ്കിലും അപ്പനും അമ്മയ്ക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ഉടനെ പ്രതിഫലിക്കും. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചുങ്ങൾക്കല്ല ഒട്ടോ പ്രശ്നം, നിങ്ങളുടെ ജീവിതം ഒന്നുകൂടി നന്നാക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വന്നേക്കും എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കുംസാരത്തിലേക്ക് വിട്ട് ഈ അടുത്ത നാളിലൊക്കെ കുറേ കേസുകൾ അങ്ങനെ വന്നു. ശരിക്കൊരു മാനസാന്തരത്തിലേക്ക് വരാത്തിടത്തോളം കാലം ഒരു തടസ്സമാണ്. കുട്ടികളിലൂടെ അത് പ്രകാശിക്കുന്നു. കുട്ടികൾ എന്നും അസ്വസ്ഥമാണ്, ചിലപ്പോൾ ഓട്ടിസം പോലെ തോന്നും. ക്ഷമിച്ച് മാനസാന്തരപ്പെട്ട് കുംസാരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈശോയുടെ നാമത്തിൽ ക്ഷമിക്കുന്നു, എനിക്ക് പറ്റുമായിട്ടല്ല. ഈശോയുടെ നാമത്തിന് വിലയുണ്ട്, കാരണം അവൻ്റെ കുരിശേ കിടന്നുകൊണ്ട് പാപികൾ ഉപദ്രവിച്ചതുകൊണ്ട് ക്ഷമിച്ചവനാ.
പൂർണ്ണ ക്ഷമ അവിടെയാണ്. ആ നാമത്തിലാവുമ്പം എനിക്ക് ആ ക്ഷമ കിട്ടുക. അപ്പോൾ ക്ഷമ കൊടുക്കണം. അത് ഒരുപാട് പേർക്ക് നമ്മൾ ക്ഷമ ചോദിക്കാൻ കാണും. അതുപോലെ തന്നെ നമുക്ക് സോറി പറയാൻ കാണും. ഉള്ളിലുള്ളതെല്ലാം ഇങ്ങനെ തടുത്തു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടവില്ല. അപ്പോൾ അതെല്ലാം ആ ഫ്രീ ആയി ഡെലിവറൻസിൻ്റെ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞ് ഒരു ബന്ധന പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കൊടുത്താൽ പക്ക പെട്ടെന്ന് ക്ലീൻ ആവും. ഇനി അതുപോലെ നീ മുഖാന്തരം ആരെങ്കിലും വിഷമിച്ചും കൊണ്ട് സോറി ഈശോ എന്ന് പറയാൻ പറയും. ഈശോയുടെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ഫോർഗീവ്. ഈശോയുടെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് ഒരു നിലപാടാണ്. ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡെലിവറൻസായി. പിന്നെ നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിച്ചു വിടും. ചിലർക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കും. അത് ഫലപ്രദമായി തീർന്ന് കണ്ടിട്ടുണ്ട്. സൗഖ്യത്തിന് വേണ്ടി ആദ്യം ബന്ധനം ഒഴിവാക്കി, തടസ്സം ഒഴിവാക്കി, അത് കഴിഞ്ഞ് ഇത് ചെയ്യും. കിഡ്നിക്ക് തകരാറായിട്ട് ഒരു അമ്മച്ചി വന്നിട്ട് കൈയിങ്ങ് താത്തിയാൽ അരയിഞ്ച് താഴുമായിരുന്നു. വർക്ക് ചെയ്യുന്നില്ല ഒന്നും. ഡോക്ടർമാർ വിട്ടു. ആ ചേച്ചിക്ക് വിസ്തുർബാനയോട് ഭയങ്കര സ്നേഹമാണ്. ആ വിസ്തുർബാന എഴുന്നള്ളിച്ച് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു വിട്ടത് 1.5 കൊല്ലം ഞാൻ ഒരിടത്തു നിന്ന് ട്രാൻസ്ഫറായി പോകുന്നതിന് ശേഷം ആ ചേച്ചി ആണ് മരിച്ചത്. പിറ്റേ ദിവസം മരിക്കുമെന്ന് വിചാരിച്ചു വിട്ട ആ കേസ്. ഒരു 18 വർഷമായി തളർവാദം പിടിപെട്ട ഒരു അമ്മച്ചി, ആ അമ്മച്ചി ബന്ധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇപ്പോഴും ജീവിക്കുന്നു. പിറ്റേ ദിവസം മരിക്കുമെന്ന് പറഞ്ഞ ഒരു മത്തായി ചേട്ടൻ ഇപ്പോഴും ജീവിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ അമ്മേ, എന്നിലുള്ള ലോകാരൂപിയെ മുഴുവൻ മാറ്റി പരിശുദ്ധാരൂപിയുണ്ട് എന്നെ നിറയ്ക്കണേ. എൻ്റെ ചിന്തകളെ മാറ്റി അമ്മയുടെ ചിന്തകൾ എനിക്ക് തരണമേ. എൻ്റെ വികാരങ്ങളെ മാറ്റി അമ്മയുടെ വികാരങ്ങൾ എനിക്ക് തരണമേ. എൻ്റെ ആഗ്രഹങ്ങളെ മാറ്റി അമ്മയുടെ ആഗ്രഹങ്ങൾ എനിക്ക് തരണം. അമ്മയോടുള്ള പ്രാർത്ഥനയാണത്. എൻ്റെ ജീവിതത്തിൽ അമ്മയോട് ചോദിച്ച് മേടിക്കാത്ത ഒരു കാര്യമില്ല. ഞാൻ ഇരുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അനുവദിച്ചെടുത്തെല്ലാം പല പല കുറവുകൾ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാ ദിവസവും വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യും. വൈദികർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ അമ്മയുടെ വിമല ഹൃദയത്തെ എന്നെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ട്, എപ്പോഴും ഉണ്ട്. വെന്നെവർ വി അപ്പിയർ ഇൻ പബ്ലിക് ഷുഡ് യൂസ് ദ കാസക് എന്ന് പറഞ്ഞ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വെന്നെവർ അപ്പിയർ ഇൻ പബ്ലിക് എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്ന വേളയിൽ എന്നാണ് പ്രത്യേകമായിട്ടുള്ളത്. എന്നുവെച്ചാൽ ഒരാൾ ഒന്ന് കുംസാരിക്കാൻ വരുന്നു. ഇപ്പോൾ ലോഹിയിട്ടൊരു അച്ഛനെ കാണുവാണെങ്കിൽ അവർക്കൊരു സന്തോഷമായി. അച്ഛൻ എനിക്കൊന്ന് കുംസാരിക്കാവോ? ഒരു പാൻറ് ഷർട്ട് ഇട്ടിരിക്കുന്ന അച്ഛനോട് പറയാൻ അവർക്കൊരു മടിയാണ്. അപ്പോൾ നമ്മളൊരു വൈദികനാണ് എന്ന് വിചാരിച്ച് നമ്മുടെ പക്കൽ വരുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അത് നഷ്ടപ്പെടുത്താതെ നോക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വേറൊരു അച്ഛനെ തേടി പോകുവാൻ എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ അനുവദിക്കുകയില്ല. പൗരോഹിത്യ ശുശ്രൂഷ അത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈശോ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമായ സംഭവം പറഞ്ഞതാണ്. ശരിക്ക് ഈശോ ചെയ്ത അതേ അത്ഭുതം ഇന്നും എന്നും പുരോഹിതന് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും. ഈശോയുടെ പകരക്കാരാണ് നമ്മൾ. ആ പകരക്കാരായ നമ്മൾ ഈശോ ചെയ്ത ശുശ്രൂഷ, ഈശോ ചെയ്ത എന്താണ് ചെയ്തത്? രോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു, ദൈവരാജ്യത്തിലേക്ക് ഉള്ള മനുഷ്യനെ അടുപ്പിക്കുന്ന ശുശ്രൂഷകളാണ് ചെയ്തത്. സുവിശേഷം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണ് സുവിശേഷം. ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നതാണ് ശുശ്രൂഷ. ക്രിസ്തു അന്ന് ചെയ്തത് ഇന്നും പൗരോഹിത്യ ശുശ്രൂഷയിൽ അത് പൂർണ്ണമായി നന്നായി ചെയ്യാൻ പറ്റും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.